പൈത്തൺ ജാങ്കോ ഉപയോഗിച്ച് ഹോസ്പിറ്റൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാമത്തെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെ നമുക്കിതിലൊരു ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ബുക്കിംഗ് നടത്താം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, റൺ ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്കിതിലൊരു ബുക്കിംഗ് കൂടി എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ബുക്കിംഗ് ചെയ്യാം. അപ്പോൾ നമ്മളെ സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫോം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോം പേര് ചേർത്ത് കൊടുത്തു, ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ നമ്പർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏത് ഡോക്ടറിനാണോ ബുക്ക് ചെയ്യണത് ആ ഡോക്ടറുടെ പേരും ഏത് ദിവസത്തേക്കാണോ ബുക്ക് ചെയ്യണത് ആ ഡീറ്റെയിൽസും അതേപോലെ ഏത് സമയത്തേക്കാണോ ബുക്ക് ചെയ്യണത് ആ ഡീറ്റെയിൽസും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡിസ്ക്രിപ്ഷനും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ബുക്കിംഗ് സക്സസ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് നല്ലൊരു പ്രാക്ടീസ് അല്ല. കാരണം പിന്നെ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ ഇവിടെ നമ്മൾ ആ എൻട്രി ചെയ്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇതൊന്ന് റീലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മുടെ വ്യൂസിൽ പോവുക. എന്നിട്ട് ഇവിടെ വന്ന് ഈ HTTP റെസ്പോൺസ് എന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഇതേ പേജിലേക്ക് തന്നെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതേ പേജിലേക്ക് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ റിട്ടേൺ, അതിനുശേഷം നമുക്കിവിടെ വന്ന് റെൻഡർ, അതിനുശേഷം നമുക്കിവിടെ വന്ന് റിക്വസ്റ്റ്, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് എന്ന പേജിലേക്ക് തന്നെയാണ് നമുക്കത് റീഡയറക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് .html എന്ന് ചേർത്ത് കൊടുത്തു. ഈ ഇൻഡെക്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ ഒപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ കൊടുത്ത ആ ഫോം, ആ ബുക്കിംഗ് ഫോം എഗെയിൻ അവിടെ ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സേവിൻ്റെ താഴെ ആ ഫോം നമുക്ക് എഗെയിൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കതൊരു ഡിക്ഷണറി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഫോം എന്ന് ചേർത്തു, ഒരു കോളൻ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഫോം എഗെയിൻ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് റീലോഡ് ചെയ്തതിന് ശേഷം ഞാനിതൊന്നുകൂടി ബുക്കിംഗ് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അടുത്തൊരു പേര് ചേർത്ത് കൊടുത്തു. അവരെ ഇമെയിൽ ID ഏതാണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫോൺ നമ്പർ ഏതാണോ അത് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഏത് ഡോക്ടർക്കാണോ ബുക്ക് ചെയ്യുന്നത് അതും ഏത് ഡേറ്റിലേക്കാണോ വേണ്ടത് അതും നമുക്കിവിടുന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബുക്കിംഗ് ടൈം എത്രയ്ക്കാണോ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ഡിസ്ക്രിപ്ഷനും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മളിവിടെ വന്ന് ബുക്ക് ചെയ്തു. അപ്പോൾ നോക്കൂ, നമുക്ക് വീണ്ടും ഇതേ പേജിലേക്ക് തന്നെ നമുക്ക് വരും. ഇപ്പോൾ ഈ പേജിലേക്ക് വരുമ്പോൾ ഈ ഫോമിൻ്റെ ഉള്ളിലുള്ള ആ ഡീറ്റെയിൽസുകളൊന്നും എഗെയിൻ ഇവിടെ റീലോഡ് ചെയ്ത് വരുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേജിലേക്ക്, നമ്മളെ അഡ്മിൻ പേജിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അഡ്മിൻ എന്ന പേജ് നമ്മളവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മളെടുത്ത ബുക്കിങ്ങുകളൊക്കെ നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആരൊക്കെയാണോ ബുക്കിംഗ് എടുത്തത് ആ ഡീറ്റെയിൽസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഓരോ ബുക്കിങ്ങും അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല. നമുക്ക് ഓരോ ഹെഡിങ്ങുകളും നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിലായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഗ്രൂപ്പ്, ഓക്കെ പോട്ടെ, ഇവിടെ വന്ന് യൂസർ എന്നുള്ളത് കൊടുക്കുമ്പോൾ നോക്കൂ, യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സ്റ്റാഫ് സ്റ്റാറ്റസ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ വന്ന് ഈ രൂപത്തിലൊരു ലിസ്റ്റിലായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിൻ എന്ന പേജ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഈ പ്രോഗ്രാമിൽ അഡ്മിൻ എന്ന പേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബുക്കിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ ക്ലാസ്സിന് നമുക്കൊരു പേര് കൊടുക്കാം, ബുക്കിംഗ് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അഡ്മിൻ
ഡോട്ട് മോഡൽ അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് മോഡൽ അഡ്മിൻ എന്നതിനെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ വന്ന് ലിസ്റ്റ് ഡിസ്പ്ലേ എന്നിട്ടതിന് ശേഷം നമുക്ക് ഒരു ബ്രാക്കറ്റ് ഇട്ട് ഒരു ടപ്പിൾസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ വേണ്ടത് നെയിം എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇമെയിൽ എന്നുള്ളതാണ് വേണ്ടത്, അത് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫോൺ എന്നുള്ളത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഡോക്ടറെ പേരാണ് വേണ്ടത്, അപ്പോൾ അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് ഈ മോഡലിലുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ബുക്ക്ഡ് എന്നുള്ളതും ടൈം എന്നുള്ളതും ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതുമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ബുക്ക്ഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു അഗെയിൻ ഒരു കോമ ഇട്ട് കൊടുത്തതിന് ശേഷം ടൈം, ഏത് ടൈമിലേക്കാണോ ബുക്ക് ചെയ്തത് അത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ആ ഡിസ്ക്രിപ്ഷനും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ചേർത്ത് കൊടുത്ത ഈ സൈറ്റ് ഡോട്ട് അഡ്മിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ആ കൊടുത്ത ആ ബുക്കിംഗ് അഡ്മിന് കൂടി എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ബുക്കിംഗ് അഡ്മിൻ എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി സേവ് ചെയ്ത് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഒരു ലിസ്റ്റിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പേരാണെന്നും അതേപോലെ ഏതാണ് ഫോൺ നമ്പറെന്നും ഏത് ഡോക്ടർക്കാണെന്നും അതേപോലെ എപ്പോഴത്തേക്കാണ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ടൈം ഉള്ളതും അതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമുക്കിവിടെ ഒരു ലിസ്റ്റിലായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഈ ചെയ്ത പ്രൊജക്റ്റിനെ നമുക്ക് പൈത്തൺ എനിവേറിലേക്ക് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ഫ്രീ CSS ടെംപ്ലേറ്റ്സിൽ ഉപയോഗിച്ചൊരു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ എക്സാമ്പിൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഡിസൈനിങ്ങിനെ കുറിച്ചൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞാനിതിലേക്ക് എങ്ങനെ നമുക്ക് ജാങ്കോ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കിത് ലോഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വന്ന് നമുക്കെന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ ഡീറ്റെയിൽസുകൾ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റൊന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. കാരണം നമ്മൾ റീഡയറക്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഇതിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആ ഫോം മാത്രമാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടക്സ്റ്റ് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ കൊടുത്ത അതേ കണ്ടക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കണമെന്നില്ല. നമുക്കെന്ത് ചെയ്യാം, ഈ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ ഈ താഴെ കൊടുത്തിരുന്നത് നമുക്കെന്ത് ചെയ്യാം, കുറച്ച് മുകളിലോട്ടായിട്ട് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരുന്ന ഈ ബുക്ക് ചെയ്യണ ഈ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടക്സ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടുന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്ത് ആ ബുക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് ഈ റീഡയറക്റ്റ് ചെയ്യണ ഈ താഴെ കൊടുത്ത അതേ ഡീറ്റെയിൽസ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കണ്ടക്സ്റ്റ് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എഗെയിൻ ഇതിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ബുക്ക് ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ അതൊന്നും കൂടി റീലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഡോക്ടേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റുകളും വരുന്നുണ്ട്. നമുക്ക് ബുക്കിങ്ങിന് ശേഷം എന്താണ് ഡീറ്റെയിൽസ് വരുന്നത് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് ഡേറ്റ് അതേപോലെ തന്നെ ടൈം എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ ചേർത്തു. കണ്ടൻറ്റ് ഏതാണോ അതും ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ ഇവിടെ ഇപ്പോൾ വർക്കായിട്ടുണ്ട്. നമുക്ക് ആ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റും എഗെയിൻ ഫോമും ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ കണ്ടക്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മുകളിൽ തന്നെ ഫോം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുതന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കോഡ് നമ്മളിവിടെ വെച്ച് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. പൈത്തൺ എനിവേർ വെച്ചിട്ടാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ കോഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ
താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോൻ്റെ ഫൈനൽ കോഡിംഗ് സെക്ഷനാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ സെക്ഷന് നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഗിറ്റാബിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ റെപ്പോസിറ്ററി ഈ വീഡിയോക്ക് താഴെ ഈ ഡിസ്ക്രിപ്ഷനിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലുള്ള കോഡുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കി ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.